എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ വീട് കുമരകത്താണ് കേട്ടോ. വല്ലപ്പോഴും ഇതുപോലെ ഒരു പോക്കുള്ളതാണ്. ചെറിയൊരു ക്രോസിംഗ് ഉണ്ട്. പണ്ടൊക്കെ വള്ളവും കൊണ്ട് ചേട്ടന്മാർ വരുമായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ബോട്ടൊക്കെ അവർ മേടിച്ച കാരണം ആ ബോട്ടായിട്ട് ഏറ്റവും ഇളയ മോൻ വന്നിട്ടുണ്ട് കേട്ടോ. ബൈജു എന്നാണ് പേര്. ഞങ്ങൾ അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ബൈജു അണ്ണൻ വന്നിട്ടുണ്ട്. ചെറിയൊരു ബോട്ട് യാത്രയൊക്കെ നടത്തി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ചൂണ്ടിയിട്ട് മീൻ പിടിക്കുക എന്നുള്ളൊരു ദുരുദ്ദേശം കൂടെ ആയിട്ടോ എൻ്റെ അനിയൻ്റെ വരവ്. ആ ഒരു സെറ്റപ്പൊക്കെ ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ബോട്ട് ഇറങ്ങി ഇതുപോലെ കുറച്ച് നടപ്പുണ്ട് കേട്ടോ. പ്രകൃതി രമണീയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പറഞ്ഞു കൊളാക്കണില്ല. അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടാൽ കൺകുളിർക്കെ കണ്ട് നിൽക്കും. നമ്മൾ മുറ്റത്ത് കായലൊക്കെ ആയിട്ട് കുറച്ചായിട്ടോ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പണ്ടത്തേനേലും എന്തോ ഒരു ഭംഗി അവിടെ എനിക്ക് തോന്നിയിട്ടോ. ആ ഒരു മുറ്റത്ത് ആ മരങ്ങൾ നിൽക്കുന്നതാണെങ്കിലും ആ ഒരു വീടാണെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടില്ല. രാത്രി കിടക്കാൻ വേണ്ടി മാത്രമാണ് അകത്തോട്ട് കയറിയത്. അച്ഛന് ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട് മണ്ണിരനെ പിടിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഋതുക്കുട്ടൻ. ഗ്യാപ്പിൽ അവനും കയറിയിട്ടോ. പിന്നെ അവിടെ 2 കാളക്കുട്ടന്മാരുണ്ട് കേട്ടോ. ആ 2 കാളക്കുട്ടന്മാർക്ക് ഞങ്ങൾ കാടിവെള്ളമൊക്കെ കൊടുത്ത് പാവങ്ങൾ പേടിച്ചു കേട്ടോ. പിന്നെ അങ്ങ് ദൂരെ കായലിലേക്ക് കല്ലെറിയുന്ന ഋതുവിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു.